നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ ശില്പപാളികളിലും കട്ടിളപ്പാളികളിലും സ്ഥാപിച്ചിരുന്ന പവിത്രമായ സ്വർണവും മറ്റ് പൂജാ വസ്തുക്കളും അമൂല്യ വസ്തുക്കളൊക്കെ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അതീവ ഗൗരവകരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിവരുന്നത്. മുൻപ് കേരളത്തെ പിടിച്ചുകുലുക്കിയ തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ഈ കവർച്ചയ്ക്ക് നേരിട്ടുള്ള ബന്ധമുണ്ടോ എന്നതിലേക്കാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നീളുന്നത്. ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ട സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ നയതന്ത്ര ചാനൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കേരളത്തിലേക്ക് സ്വർണം കടത്താൻ ഉപയോഗിച്ച അതേ സംവിധാനം തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് അമൂല്യ വസ്തുക്കളൊക്കെ കടത്താനും ഉപയോഗിക്കപ്പെട്ടുവെന്ന ഗൗരവകരമായിട്ടുള്ള കണ്ടെത്തൽ സംസ്ഥാനത്തിൻ്റെ സുരക്ഷാ ഭരണ സംവിധാനങ്ങളെയൊക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. നയതന്ത്ര പാഴ്സലുകൾ പരിശോധനയില്ലാതെ കടത്തിവിടുന്ന ഗ്രീൻ ചാനൽ സംവിധാനം ദുരുപയോഗം ചെയ്താണ് ഈ വൻകിട കടത്ത് നടന്നതെന്ന് കരുതപ്പെടുന്നു. മുൻപ് നടന്ന സ്വർണ്ണക്കടത്ത് അന്വേഷണങ്ങളിൽ വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് എത്തിയ പാഴ്സലുകളെക്കുറിച്ച് മാത്രമാണ് വിശദമായ അന്വേഷണം നടന്നത്. എന്നാൽ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് അയച്ച പാഴ്സലുകളുടെ ഉള്ളടക്കം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് അന്ന് വ്യക്തമായ പരിശോധനകൾ നടന്നിരുന്നില്ല. UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരായ സ്വപ്ന സുരേഷ്, PS സരിത്ത് എന്നിവരുടെയൊക്കെ ഒത്താശയോടെയും സെക്രട്ടേറിയറ്റിലെ ചില ജീവനക്കാരുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിലൂടെയും ഒക്കെ തന്നെ ശബരിമലയിൽ നിന്നുള്ള സ്വർണം വിദേശത്തെ കരിഞ്ചന്തകളിലേക്ക് അയക്കപ്പെട്ടുവെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്നും കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെയും നിർബന്ധമായിട്ടുള്ള സീലും ഒപ്പും ഒക്കെ തന്നെ രേഖപ്പെടുത്താതെയും ഒട്ടനവധി നയതന്ത്ര ബാഗേജുകളൊക്കെ തന്നെ വിദേശത്തേക്ക് അയക്കപ്പെട്ടതായിട്ട് മുൻപ് തന്നെ തെളിവുകൾ ലഭിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതും അവർ കോൺസുലേറ്റ് കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ടതുമൊക്കെ തന്നെ അന്വേഷണ സംഘം ഗൗരവമായി കാണുന്നു. അന്നത്തെ പ്രോട്ടോകോൾ ഓഫീസർ നൽകിയ മൊഴികളിൽ ഇത്തരം നിയമവിരുദ്ധമായ പ്രക്രിയകൾ നടന്നതായിട്ട് സൂചനയുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളും സ്വർണവും മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുന്ന മാഫിയകൾ കേരളത്തിൽ സജീവമാണെന്ന യാഥാർത്ഥ്യവും ഇതിനോട് ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കി തെളിവുകൾ ഉറപ്പാക്കുന്ന മുറയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. കേസിലെ പ്രധാന പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലൂടെ സ്വർണം എവിടെയാണ് വിതരണം ചെയ്തതെന്ന കാര്യത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ച് വേർതിരിച്ചെടുത്തതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ ഒരു ഭാഗം പ്രതികൾ പങ്കിട്ടെടുക്കുകയും ബാക്കിയുള്ള ഭാഗം വൻതോതിലുള്ള സ്വർണം അത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധനിലേക്ക് കൈമാറുകയും ചെയ്തുവെന്നാണ് നിലവിലെ സൂചന. അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ തുടക്കത്തിൽ ശ്രമിച്ചുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. എങ്കിലും കവർച്ച ചെയ്യപ്പെട്ട സ്വർണം പൂർണ്ണമായി കണ്ടെത്തുക എന്നത് ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. അതേസമയം ഈ കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വളരെ ശക്തമാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് 60 ദിവസം പിന്നിട്ടിട്ടും പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവർക്ക് പുറമെയായിട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള N വാസു, പത്മകുമാർ എന്നിവരുടെയൊക്കെ റിമാൻഡ് കാലാവധിയും വളരെ വൈകാതെ തന്നെ അവസാനിക്കും. മാത്രമല്ല, നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതികൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തിൻ്റെ സുഗമമായിട്ടുള്ള മുന്നോട്ടു പോകിനെ ബാധിക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ വരവ് ചെലവ് കണക്കുകളിൽ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള പൊരുത്തക്കേടുകൾ അടിയന്തരമായി തന്നെ പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വൻകിട സാമ്പത്തിക ഇടപാടുകളിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നത്. കവർച്ച ചെയ്ത പണം അത് ഉപയോഗിച്ച് പ്രതികൾ ഭൂമി വാങ്ങുകയും ആഡംബര വീടുകൾ പണിയുകയും ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഒഴുകിയ കോടിക്കണക്കിന് രൂപയുടെ യഥാർത്ഥ കേന്ദ്രം കണ്ടെത്തേണ്ടതുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ചില വെളിപ്പെടുത്തലുകൾ ഉന്നതതലത്തിലുള്ള വ്യക്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഉന്നത ഉദ്യോഗസ്ഥരോ ഇതിന് പിന്നിലുണ്ടോ എന്ന് SIT കണ്ടെത്തേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ സർക്കാർ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിലും 100-ലധികം കിലോ സ്വർണത്തിൻ്റെ തിരോധാനം സംബന്ധിച്ച സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.